കുചേല ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുള്ളത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. ഈ പ്രാവശ്യം അത് വരുന്നത് ഡിസംബർ 18 ബുധനാഴ്ചയാണ് വരുന്നത് കുചേല ദിനം. എല്ലാവർക്കും കുചേല ദിനത്തിൻ്റെ പ്രാധാന്യമൊക്കെ അറിയുന്നതായിരിക്കും. കുചേലനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുബേരനാക്കിയ ദിവസമാണ് കുചേല ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ച് ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയവരായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും സുധാമാവും, അതായത് കുചേലനും. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ സതീർത്ഥിനെ കാണാൻ വേണ്ടിയിട്ട് കുചേലൻ വരുമ്പോൾ കയ്യിൽ കരുതണത് ആകെയുള്ള തൻ്റെ സമ്പാദ്യമായിട്ടുള്ള ഒരു അവൽ പൊതിയാണ്. അവൽ പൊതി കെട്ടിയിട്ട് ഭഗവാന് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ പക്ഷേ ഭഗവാനെ കണ്ടതും കുചേലന് ചോദിക്കാനുള്ളതും ഓർമ്മയില്ല. തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്, ഈ കഷ്ടതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കുചേലൻ വരുന്നത്. ഭഗവാനെ കണ്ടതോടുകൂടി കുചേലൻ എല്ലാം മറന്നു. അങ്ങനെ കുറച്ചു നേരം ഭഗവാനോടൊപ്പം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴും താൻ ചോദിക്കാനുള്ള കാര്യം എന്തിനാണ് വന്നത് എന്നുള്ളതാണ് കുചേലൻ ആലോചിക്കുന്നത്. അയ്യോ, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ എന്താണ് പറയുക, ഭാര്യ പറഞ്ഞു വിട്ടതാണ്, തൻ കഷ്ടതകളൊക്കെ പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി വന്നിട്ട് താനത് മറന്നിരിക്കുന്നു. ഓരോന്നും ചിന്തിച്ച് വീട്ടിലെത്തിയതും കുചേലൻ കാണുന്നത് തൻ്റെ കൊട്ടാര സദൃശ്യമായ ഭവനമാണ്. അങ്ങനെ എല്ലാം മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഭഗവാന് എന്ത് സമർപ്പിക്കുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ സമർപ്പിക്കുന്നു ഭക്തിയോടുകൂടി എന്നുള്ളതാണ്. തൻ്റെ ആകെയുള്ള സമ്പാദ്യമായ അവലാണ് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നത്. അതും ഒന്നും ചോദിക്കാണ്ട് തിരിച്ചു വന്ന കുചേലനെ തിരിച്ചെത്തിയപ്പോഴേക്കും ഭഗവാൻ തൻ്റെ മായാവിലാസങ്ങൾ കൊണ്ട് കുചേലനെ അത്രയ്ക്കും കുബേരനാക്കി മാറ്റി. കുചേല ദിനത്തിൻ്റെ ഓർമ്മയ്ക്ക് നമ്മളിപ്പോഴും അമ്പലത്തിൽ അവൽ നിവേദ്യം കഴിക്കാറുണ്ട്. കുചേല ദിനത്തിൽ എന്ത് സമർപ്പിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഭക്തിയോടെ ഭഗവാൻ എന്ത് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. ഈ കുചേല ദിനത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ.